പതിവ് പോലെ ഒരു ഞായറാഴ്ച ഒന്നുമില്ല, വെറുതെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ചു. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. എന്നാലും അപ്പം അതേൻ്റെ കടവ് കണ്ടാൽ നമ്മൾ എന്തായാലും പോയി ഫുഡ് അടിച്ചിട്ടും വരുള്ളൂ. എന്താണോ, എനിക്ക് അവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. എന്നാലും വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോയി. കടയിലെ ആംബിയൻസ് കാണാത്തവർ ജസ്റ്റ് കണ്ടു. പിന്നെ സ്ഥിരം ചോറുണ്ണാലാണെങ്കിലും എന്താ കഴിക്കേണ്ടതെന്ന് ആലോചിച്ചിരിക്കുന്നു ഞാൻ. അപ്പം അതേ പോലെ തന്നെ അവിയൽ വിളമ്പി, പിന്നെന്താ മാങ്ങ കറി എന്താണ് ഓർമ്മയൊന്നുമില്ല. പിന്നെ അത് വാഴക്കുഴപ്പം തോരൻ. ബാക്കി നിർത്തില്ല, പതിവ് പോലെ തന്നെ. പിന്നെ നമ്മളിതേ വീണ്ടും അവിടുത്തെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് പോവാട്ടോ. അങ്ങോട്ട് പോവാണ്. പതിവ് പോലെ തന്നെ ഒരു കാര്യമില്ല. അതേത് അവിടെ കുപ്പി പിടിച്ചിരിക്കുന്നു ഞാൻ. ഹായ് പോകാന്നുള്ളത്. ഇത് വെറൈറ്റി സാധനം, എൻ്റെ മാസ്റ്റർ പിക്ക്. പിന്നെ നമ്മളൊന്ന് ഒരു ക്രൂയിസിൽ പോകാമെന്നാണ് മെയിനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് അതൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്. അത് ഞാൻ നിങ്ങളെ പറ്റിച്ചതാണ്. അപ്പോൾ നമ്മൾ നിയോ ക്ലാസിക് ബോട്ടിൻ്റെ ക്രൂയിസിൻ്റെ ഓരോ ഈവനിങ് ക്രൂയിസിൽ യാത്രയ്ക്ക് പോകാൻ കേട്ടോ. എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ അവർ നമ്മുടെ അടുത്ത് ചോദിച്ചു ബാക്കിലാണ് ഫ്രണ്ടിലാണ്. നമ്മൾ പതിവ് പോലെ തന്നെ നമ്മൾ ബാക്ക് സീറ്റ് ഇഷ്ടമുള്ളവരാണല്ലോ, ബാക്കിൽ പോയിരുന്നു. ഇതവർ ഓൾറെഡി കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മാത്രമല്ല, എന്തോ തമിഴ്നാട്ടിൽ നിന്നുള്ള കുറേ ഒരു ടീം പാക്കേജ് പോലെ അങ്ങനെ വന്ന ഒരു ടീമാണെന്ന് തോന്നുന്നു. കുറേ അങ്ങനെ അറിയാത്ത ആളുകളായിട്ട് കമ്പനി വിടാൻ പറ്റി. പിന്നെ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അതെ പതുക്കെ പോണ്ട്. ഓഹോയ്. പിന്നെ അവിടുത്തെ ആ ചേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടെ രണ്ട് സൈഡിലും മാറി നമുക്കറിയാമല്ലോ, ബോട്ടിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് വരുന്ന ആൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും നമ്മളോട്. റൈറ്റിലും ലെഫ്റ്റിലൊക്കെ എന്താണെന്നുള്ളതൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അവിടെ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ടായിരുന്നു, അത് വന്നത് വർഷം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ലക്ഷദ്വീപിൽ പോണ ഒരു കപ്പലുണ്ട്, ക്രൂയിസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞു. 16 മണിക്കൂറുകൊണ്ട് നമുക്ക് ലക്ഷദ്വീപിൽ എത്താട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആവശ്യത്തിനുള്ള അവിടെ അടുത്ത് തന്നിട്ട് അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അവരുടെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കിട്ടി. അപ്പോൾ വീണ്ടും കുറേ ലക്ഷദ്വീപ് കഥകൾ പറഞ്ഞു ചേട്ടൻ. അതെന്തേലും ആവട്ടെ. നമുക്ക് ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ആളവിടെ കിടന്നവരെന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ക്രൂഡ് ഓയിൽ ഷിപ്പ്. ഇതിലെ കൂടെയാണ് നമ്മുടെ ക്രൂഡ് ഓയിലൊക്കെ കൊണ്ടുവരുന്നത്. കൊള്ളാം, നല്ല വലുപ്പമൊക്കെ ഉണ്ട്. പിന്നെ ഇതാ സുഹിത്തേൻ്റെ പാട്ട്. വന്ന് സുഹിത്താട്ട് ആൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു മനുഷ്യനാണ്. എല്ലാ ഭാഷയിലും പാട്ട് പാടും. തമിഴ്, ഹിന്ദി, മലയാളം, ഏത് വേണേലും പാടും. പിന്നെ അവിടെ തന്നെ പിള്ളേർ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. കൊള്ളാം, നല്ല പാട്ടാണ്. പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഞാൻ ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതധികം വൈകാണ്ട് കാണും ചെയ്യാം. അമ്മ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. നല്ല രസമുണ്ട്, നല്ല പാട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഓളത്തിൽ കപ്പൽ നോക്കിയിരിക്കുമ്പോഴും തിരമാല നോക്കിയിരിക്കുമ്പോഴും ഡാൻസ് കളിക്കാൻ പറഞ്ഞില്ലേ, വളരെ വൃത്തികേടായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൊള്ളാലോ. ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, അത് നോക്കണ്ട. അതേ വീണ്ടും നമ്മുടെ പിള്ളേരെ കാണാമല്ലോ, കൊള്ളാം, നന്നായിട്ട്. ഇനിയാണ് നമ്മുടെ വെയിറ്റ് ചെയ്ത മൊമെൻറ്റ്. വേറെ ഒന്നുമല്ല, DJ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ DJ. അപ്പോൾ പിന്നെ അതിനുവേണ്ടി ഞാൻ കുറേ കാത്തിരുന്നായിരുന്നു. ആ സമയം വന്നു. AC ഉള്ളിൽ നിന്ന് നമുക്ക് അടിച്ചു വിളിച്ച് എൻജോയ് ചെയ്യാം. അമ്മ നന്നായി കളിക്കുന്നുണ്ട്. ആദ്യം ഞാൻ പിന്നെ ഏത് പാട്ട് കേട്ടാലും ഒരു നാണമില്ലാണ്ട് ഡാൻസ് കളിക്കാൻ പറ്റുന്ന കളിക്കട്ടോ. അപ്പം നിങ്ങൾ ഒരു ദിവസം വെറുതെ ഇരിക്കുമ്പോൾ ബോറടിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ദിവസം ഇതുപോലെയൊക്കെ പോകും. കടൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്ക്. ഇതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. ലൈഫിൽ മനസ്സെങ്കിലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇഷ്ടമുള്ളവർ പോവാം. ഞങ്ങൾ പോയത് ഇപ്പോൾ നിയോ ക്ലാസിക് ക്രൂയിസിൻ്റെ ഹോട്ടലാണ്. നിങ്ങൾക്കും ഇഷ്ടമുള്ളൊരു ഇത് കുറേ കൊച്ചി മറൈൻ ഡ്രൈവിൽ എത്തിക്കഴിഞ്ഞാൽ കുറേ ക്രൂയിസുകൾ കാണാം. ഞാൻ കുറേ അപ്പം എല്ലാം പറഞ്ഞ പോലെ ഗൈസ്, ടാറ്റാ, ബൈ. ഞാൻ ഡാൻസ് കളിക്കട്ടെ. ഓ